ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മീ സിജു സജിം. എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? തിരുവട്ടാറ്. തിരുവട്ടാറാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നെട്ട വഴിയാണ് പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്ത് നേരെ പോകാൻ പോകുന്നത് തിരുവട്ടാർ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. പോവാം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ആദികേശവ പെരുമാൾ ക്ഷേത്രം. ഇത് 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ്. CE 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും നിലവിലുള്ള തമിഴ് കീർത്തനങ്ങൾ അനുസരിച്ച് ഹിന്ദു വൈഷ്ണവരുടെ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. മലനാട്ടിലെ ചരിത്രപ്രസിദ്ധമായ 13 ദിവ്യദേശങ്ങളിൽ 3 വശവും നദികളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം പഴയ തിരുവിതാംകൂറിലെ രാജ്യക്ഷേത്രവും ഭരദേവതാ ക്ഷേത്രവുമായിരുന്നു. താമിരഭരണി നദി, കോദായി നദി, പഹ്റാലി നദി എന്നിങ്ങനെയാണ് ആ 3 നദികളുടെ പേര്. സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ക്ഷേത്രം തമിഴ്നാട് HNRCE വകുപ്പിന് കൈമാറി. അനന്തപത്മനാഭൻ അഥവാ ആദികേശവ പെരുമാൾ രൂപത്തിലുള്ള വിഷ്ണുവിന് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാൾ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിഷ്ണു ഇവിടെ കുടികൊള്ളുന്നതും നദികളാൽ ചുറ്റപ്പെട്ടതുമായതിനാൽ ഈ ക്ഷേത്രത്തെ ചേര രാജ്യത്തിൻ്റെ ശ്രീരംഗം എന്ന് വിളിക്കുന്നു. വിശദമായി പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തനി പകർപ്പാണെന്ന് തന്നെ പറയാം. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ അനന്തശയന രൂപത്തിലാണ് ഇവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠ. തിരുവനന്തപുരത്തെ പ്രതിഷ്ഠ കിഴക്കോട്ട് അഭിമുഖമാണെങ്കിൽ ഇവിടത്തേത് പടിഞ്ഞാറ് ദിശയിലേക്കാണെന്ന വ്യത്യാസമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തേക്കാൾ വലുതാണ് ഈ വിഗ്രഹം. 22 അടി നീളമുള്ള വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 18 അടി നീളമേ ഉള്ളൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാൾ പഴക്കമുള്ള ക്ഷേത്രമേതാണെന്ന് പറയപ്പെടുന്നുണ്ട്. രണ്ടിടത്തെയും പൂജാരീതികൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും സാമ്യമുണ്ട്. അയ്യപ്പനും ശ്രീകൃഷ്ണനുമാണ് ഇവിടുത്തെ ഉപദേവതകൾ. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങി തിരുവട്ടാറിൽ നിന്നും 12 കിലോമീറ്റർ മാത്രം ദൂരമുള്ള മാത്തൂരിലേക്ക് യാത്ര തുടങ്ങി. അപ്പോൾ നമ്മൾ തിരുവട്ടാറിൽ നിന്ന് മാത്തൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളങ്ങനെ മാത്തൂരിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മാങ്ങ വാങ്ങിച്ചു. നമ്മളങ്ങനെ ഈ പറഞ്ഞ തൊട്ടിപ്പാലത്തിൻ്റെ തൊട്ടിപ്പാലം നമ്മളങ്ങനെ തൊട്ടിപ്പാലത്തിനകത്ത് കയറിയിട്ടുണ്ട്. ആക്ച്വലി തൊട്ടിപ്പാലം എന്ന് പറഞ്ഞിട്ട് തൊട്ടിയൊന്നും കാണാൻ ഓക്കെ. ഈ താഴെ കാണുന്ന വഴി കൂടെ വെള്ളം പോകും. കനാലല്ലേ ഇതാണ്? അതെ, കനാലാണ്. അപ്പം നമ്മൾ അതിൻ്റെ മണ്ട കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ അപ്പം നമ്മളങ്ങനെ തൊട്ടിപ്പാലത്തിൽ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ചുറ്റും നോക്കുമ്പോഴത്തേനും അങ്ങ് ദൂരെ മലനിരകളും താഴെ പുഴകളും കാണാറുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പുഴ കാണാം. അവിടെ ഒരുപാട് പേര് ഒന്ന് കുളിക്കുന്നുണ്ട്. ഹൈറ്റ് ഇരിക്കുമ്പോൾ നല്ലോണം കാണാൻ പറ്റും അല്ലടാ. പക്ഷേ നമ്മൾ ഫാമിലി ഓഡിയൻസ് കാണുന്ന വ്ളോഗായതുകൊണ്ട് നമ്മളതൊന്നും കാണിക്കില്ല. നമുക്ക് ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവാം. അവിടെ ഫുള്ള് അങ്ങ് അറ്റം വരെ പോകാൻ പറ്റും കേട്ടോ. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. പോയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. നമ്മുടെ തൊട്ട് താഴെ ഒരു കുളമുണ്ട്, കണ്ടോ? ഈ കാണുന്നത് കനാലാണ്. ഈ കാണുന്ന കനാലിൽ കൂടെ അങ്ങ് കാണുന്ന ഒരു മലയില്ലേ, ആ മലയ്ക്കകത്തൂടെയും ഈ സാധനം പോകുന്നുണ്ട്. അതെ, രാജഭരണ കാലത്ത് വെള്ളം കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് ഇത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, തൂക്കുപാലം. ആക്ച്വലി നല്ല വെയിലാണ്, വേനൽക്കാലമാണ്. എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എത്രയും നാളും ഏഷ്യയിലെ ഏറ്റവും വലിയ എന്തായിരുന്നു? ഏറ്റവും വലിയ അക്വാഡക്റ്റ് ആയിരുന്നു. അതെ അതെ അതെ. അപ്പം അങ്ങനത്തെ ഒരു പ്ലേസ് ആയിരുന്നു ഇത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സംഭവം ഇപ്പം വർക്കിംഗ് ഒന്നുമല്ല. അപ്പം ആക്ച്വലി സ്റ്റോപ്ഡ് ആണ് ഇത്. എത്ര നാൾ ഇനി ഇതുപോലെ ഇങ്ങനെ നിലനിൽക്കുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴേ ഒരു ക്ഷയത്തിൻ്റെ ഒരു മട്ടിലാണ് സംഭവം. രാജാക്കന്മാരെ കാലത്തുള്ള അത് ഉണ്ടാക്കിയ. അപ്പം രാജാക്കന്മാരെ കാലത്ത് ഉണ്ടാക്കിയ സാധനങ്ങളായതുകൊണ്ട് കുറച്ച് കാലം നിലനിൽക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ് KL-21 വെള്ളനാടെന്ന് പറഞ്ഞിട്ടൊരു കുറേ പൈലുകൾ എഴുതി വെച്ചേക്കണ ഒരു സംഭവം കണ്ടത്. KL-21 കൂടെ നശിപ്പിക്കാനായിട്ട് കുറേ എണ്ണം ഉണ്ട് ഇതേപോലെ. എന്തിനാണ് വന്ന സ്ഥലം കാണുക പോവാന്നല്ലാണ്ട് വെറുതെ വരച്ചും കുറച്ചും വെക്കാനായിട്ട്? ഇവിടെ മൊത്തം അത് തന്നെ വൃത്തിയായിട്ടാൽ മതി. നീക്ക് നശിച്ചോടാ പന്നികളെ. എൻ്റെ കൂടെ ഉള്ളവൻ എന്താ അങ്ങ് താഴെ എത്തി. കണ്ട അങ്ങ് താഴെ എത്തി. എടാ എങ്ങനെ എത്തി താഴെ? ഇതുവഴിയാണ് നമുക്ക് താഴെയോട്ട് പോകാനായിട്ട്. അയ്യോ, നമ്മളങ്ങനെ നടന്ന് ഇവിടെ ഒരു പാർക്കിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ
പാർക്ക് എന്ന് പറയാനായിട്ട് കുറച്ച് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുബേര കുഞ്ചിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള പാർക്കിൻ്റെ ഒരു സംഭവം. ഇതവിടെ ഒരു ആനയൊക്കെ ഇരിപ്പുണ്ട് കണ്ട. നമ്മൾ ആ നിന്നതിൻ്റെ ഏറ്റവും വലിയ ഹൈറ്റ്, നമ്മൾ താഴെ ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഇത്രയും ഹൈറ്റിൽ നിന്നുള്ള കാര്യം തന്നെ നമ്മൾ ആലോചിക്കുന്നത് തന്നെ. ഞാൻ അത് മൊത്തത്തിൽ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എന്തോ അത്ര ഹൈറ്റ് ഉണ്ട് അതിനെന്നുള്ള. ഈ കാണുന്നതാണ് നമ്മൾ വന്ന പാലം. ഇനി ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ നോക്കുമ്പോൾ അതാ കണ്ട ഇത്രയും ഹൈറ്റ് ഉണ്ട്. നമ്മൾ ഈ ഫോണിൽ കൂടെ കാണുമ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പിടി കിട്ടൂല. പക്ഷെ അത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതായത് ഏകദേശം ഒരു തെങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട്. പോകുന്ന വഴിയിൽ ഇതുപോലുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ചെറിയ പാർക്ക് ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഹൈറ്റ് പോകുമ്പോഴത്തേനും നമ്മൾ എന്തോത്രം ചെറുതാണെന്നുള്ളത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി നമുക്കിതാ ഈ കാണുന്ന സ്റ്റെപ്പ് വഴി നമുക്ക് തിരിച്ച് മേളിൽ കയറി പോകണം. അയ്യോ, നടന്ന് തളർന്ന് കേട്ടാ. ഒരു പരിപാടി ചിഹ്നം വിളിച്ചുകൊണ്ടിരിക്കുക കളച്ചെറുക്കൻ. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി. തളർന്ന അയ്യോ, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. തളർന്ന് കുറേ നടക്കണ്ടായിരുന്നു. അതാണ് നമ്മളങ്ങനെ തിരുവട്ടാറും മാത്തൂരും പോയിട്ട് നമ്മുടെ യാത്ര ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താ പറയുക, കുറച്ച് ചരിത്ര പ്രധാനമായ ഒരു ക്ഷേത്രത്തിൽ, പിന്നെ അതുപോലെ ചരിത്ര പ്രധാനമായ ഒരു സ്ഥലത്തും കൂടെയാണ് നമ്മൾ പോയത്, മാത്തൂർ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ള കുറച്ച് ചരിത്രപരമായിട്ടുള്ള കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു HMC സജീവ സൈനിങ് ഓഫ്.